നമ്മൾ മുമ്പൊരു മഹാഭാരത ആ, ഉപാഖ്യാനത്തിൽ കർണനെ പറ്റി സംസാരിക്കുകയുണ്ടായി. അതിൽ കർണൻ്റെ സൂതപുത്രനാണ് കർണൻ്റെ പെരുമാറ്റം കൊണ്ട് അദ്ദേഹത്തിനെ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്ന ദുര്യോധന പോലും വേണ്ട സമയത്തൊന്നും സഹായിച്ചില്ല. കുരുക്ഷേത്ര യുദ്ധ സമയത്ത് തന്നെ പല ദിവസങ്ങളിലും അവധിയെടുത്ത് വീട്ടിലിരുന്നു. ഈ ദുർബല കഥാപാത്രമാണ്, സ്വഭാവ ദാർഢ്യം ഇല്ലാത്ത കഥാപാത്രമാണ്. വലിയ തോതിൽ അങ്ങനെ ജാതി അധിക്ഷേപമൊന്നും അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയുണ്ടായി. കുറച്ചുകൂടി അത് വിശദീകരിച്ച് കഥാസന്ദർഭങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ഒന്ന്, ഈ കർണന് ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്ന ഒരു സന്ദർഭം പൊതുവെ നിരൂപകന്മാർ പറയുന്നത് പാഞ്ചാലി സ്വയംവരത്തിൽ കർണൻ ഈ ലക്ഷ്യം തൊടുക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ജഗാത നാഹം വരയാമി സൂതം എന്നുള്ളൊരു പദ്യമുണ്ട് മഹാഭാരതത്തിൽ. പാഞ്ചാലി ഞാൻ സൂതനെ വരിക്കില്ല വരുന്നുണ്ടെന്ന് ഒരു വ്യാഖ്യാനം. അപ്പം അവിടെ അതൊരു കന്യകയുടെ സ്വാതന്ത്ര്യം കൂടി നമ്മൾ പരിഗണിക്കണം. കാരണം ഈ ലക്ഷ്യം ഭേദിക്കുന്ന ഒരു ക്ഷത്രിയനെ, അല്ലെങ്കിൽ ക്ഷത്രിയനേക്കാൾ ചില ബ്രാഹ്മണനായാലും കുഴപ്പമില്ല, അത് അനുലോമ വിവാഹമാവും. ഒരു സൂതനെ വരച്ചാൽ അത് ഈ പറഞ്ഞ പ്രതിലോമ വിവാഹമായിട്ട് കലാശിക്കും. അത് പതിവില്ലാത്തൊരു കാര്യം. അപ്പം ആ രീതിയിൽ പാഞ്ചാലി കർണനെക്കുറിച്ച് കേട്ടറിഞ്ഞത് ഇദ്ദേഹം ഒരു സൂതനാണ് എന്നാണ്. അപ്പോൾ അവിടെ വെച്ചത് പറഞ്ഞു, കർണൻ അത് താഴ്ത്തി വെച്ചിട്ട് പോയി എന്നാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. പക്ഷേ ഈ മഹാഭാരതത്തിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ ഉണ്ടല്ലോ, നമ്മുടെ സൂക്തങ്കർ, വി എസ് സൂക്തങ്കർ ആണ് അതിന് നേതൃത്വം, സൂക്തങ്കറിൻ്റെ. അദ്ദേഹം പറയുന്നത് ആ ശ്ലോകം പ്രക്ഷിപ്തമാണ്. കാരണം അതിന് തൊട്ട് മുമ്പുള്ള 2-3 ശ്ലോകങ്ങളിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കർണശല്യ ദുര്യോധന എന്നൊരു പറയുന്ന കുറേ ആൾക്കാർ പേര് പറയുന്നത്, അതായത് ഈ പരീക്ഷയിൽ തോറ്റുപോയ ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. ഈ കർണൻ, ദുര്യോധനൻ, ശല്യർ, ജരാസന്ധൻ മുതലായിട്ട് രാജാക്കന്മാരൊക്കെ തോറ്റ് പിന്മാറിയപ്പോഴാണ് അർജുനൻ വന്നത് എന്ന് പറയുന്ന ശ്ലോകങ്ങൾ ഇതിന് മുമ്പിലുണ്ട്. 2-3 ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. അവർക്ക് ആർക്കും വില്ല് പൊക്കാൻ പോലും സാധിച്ചില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ശ്ലോകത്തിൽ ഒരു കൂട്ടിച്ചേർക്കൽ പോലെ പറയാണ്, കർണൻ ഇതെടുത്ത് കൊലച്ചു, അമ്പുകൾ തൊടുത്തു. അപ്പോൾ പാഞ്ചാലി ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ശ്ലോകത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ മുകളിലെ 2-3 ശ്ലോകത്തിന് ഇണങ്ങാത്തത് കൊണ്ട് ഈ ഭാഗം പ്രക്ഷിപ്തമാണ് എന്നൊരു ഇതുണ്ട്. ഒരു ശക്തമായൊരു വാദം സൂക്താങ്കർ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അതൊരു കന്യകയുടെ സ്വാതന്ത്ര്യം, ഒരു ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ആൾ അല്ലെങ്കിൽ ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുന്ന ആൾ വിവാഹം കഴിക്കണം എന്ന് പാഞ്ചാലി ആഗ്രഹിച്ചതിന് കുറ്റം പറയാൻ സാധിക്കില്ലല്ലോ. പക്ഷേ ഒരു സഭയിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പൗരുഷവും അദ്ദേഹത്തിൻ്റെ ഈ ക്ഷാത്രവീര്യത്തെയും ചോദ്യം ചെയ്തു എന്നുള്ളതൊരു ശരിയുമാണ്. അപ്പോൾ അത്തരമൊരു അപമാനത്തിൻ്റെ ഒരു പോറൽ കർണൻ്റെ ഉള്ളിൽ ഏറ്റിട്ടുണ്ടാകണം. പക്ഷെ അതിനൊക്കെ മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ കുൽസിതമായ പ്രവൃത്തികൾ നേരത്തെ തന്നെ തുടങ്ങി വെച്ചതിൻ്റെ. അതിന് ഈ മഹാഭാരത കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വ്യാസൻ, സത്യവതി, ഇങ്ങനെ ദുഷ്യന്തൻ, മറ്റേ ശകുന്തള, ഇങ്ങനെ പലതും നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ ജാതിയൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ അവരുടെ ഒരു ഗുണങ്ങൾ നോക്കിയിട്ടും സ്വഭാവം നോക്കിയിട്ടും ഒക്കെ വിവാഹം കഴിച്ചതായിട്ടുള്ള കഥകൾ ധാരാളമായിട്ട് പറയുന്ന പോലത്തെ ജാതിയൊന്നും മഹാഭാരതത്തിൽ കാണുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ ഗുണങ്ങൾ, ആന്തരിക ഗുണങ്ങളെ നോക്കുക. പിന്നെ അതൊരു ചിലപ്പോൾ ഋഷിമാരൊക്കെ ആണെങ്കിൽ അവർക്ക് തോന്നുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ഇൻറ്റ്യൂഷൻ ഒക്കെയാണ് വിവാഹത്തിലേക്ക് കലാശിക്കുന്നത്. സത്യവതിയുടെ കാര്യത്തൊക്കെ അങ്ങനെയായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് ഒരു സ്ത്രീയോടും ഒരു കാമം തോന്നിയിട്ടില്ല, അതിന് ശേഷവും തോന്നിയിട്ടില്ല. അപ്പോൾ കാമം തോന്നിയപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കുക, ഗീതയിലത്തെ ഗുണേഷു വർത്തന്ത ഇതി മത്വ എന്ന സജ്ജത. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇപ്പോൾ എന്തോ കാര്യത്താൽ ഒരു കാമത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചു. അത് ഇന്ദ്രിയത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ ഞാൻ പരിശുദ്ധനാണ് എന്ന് ചിന്തിച്ച് ആ ഇന്ദ്രിയപരമായ മോഹത്തിന് അദ്ദേഹം വഴങ്ങിക്കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് വിവാഹങ്ങൾ ഋഷിമാരും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൂതൻ എന്നുള്ളത് ഒരു താഴ്ന്ന ജാതിയായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല എന്നുള്ളതാണ് മഹാഭാരതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ 1-2 സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് ക്ഷാത്രവീര്യം പ്രകടിപ്പിക്കാൻ ഉള്ള അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഈ 1-2 ഉദാഹരണങ്ങളിൽ പറയാനേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം അത് കൊണ്ടു നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ വസ്ത്രാക്ഷേപ സമയം
പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് കർണനാണ് ഈ ദുശാസനോട് ആ ദാസിയുടെ വസ്ത്രം അഴിച്ചു വാങ്ങൂ ദുശാസന എന്ന് പറയുന്നത്. ദുര്യോധനൻ പോലും അല്ല. ഈ ദാസന്മാർക്ക് വസ്ത്രം ആവശ്യമില്ല, പാണ്ഡവന്മാരുടെ വസ്ത്രത്തോടൊപ്പം അവരുടെ വസ്ത്രം ഒന്ന് അഴിച്ചു വാങ്ങൂ എന്ന് ആജ്ഞാപിച്ചത് ഈ കർണനാണ്. ദുശാസനൻ ആദ്യമേ പാഞ്ചാലിയുടെ മുടി വലിച്ചിഴച്ച് കൊണ്ടുവന്ന് അവിടെ നിർത്തുകയായിരുന്നു. ഈ സമയത്തുണ്ടാകുന്ന വാദങ്ങൾക്കിടയിലാണ് പാഞ്ചാലിയുടെ വാദങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ദാസിയാണ്, അവരുടെ വസ്ത്രം പോലും അവർക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ കർണൻ ആ ഒരു വളരെ നികൃഷ്ടമായൊരു കാര്യത്തിന് കർണൻ അവിടെ ആജ്ഞ കൊടുക്കുന്ന രീതിയിൽ, അതായത് കർണനെ ചില ആളുകൾ ജാതി വിളിച്ച് ആക്ഷേപിച്ചു എന്ന് ഒരു ദുർവ്യാഖ്യാനം ഉണ്ട്. അതെ. അതേസമയം വേറൊരാളെ പറ്റി അവർ ദാസിയാണെന്ന് കർണൻ പറയുന്നുണ്ട്. ഈ പാഞ്ചാലിയെ ഈ വേദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ ആദ്യം പറയുന്നത്, എടാ സൂതപുത്ര എന്നിട്ടൊരു അവിടെയുള്ളൊരു പ്രാതിഹാരി, അവിടുത്തെ ഒരു സ്റ്റാഫ് എന്ന് പറയാം, പ്രാതിഹാരിയെ വിളിക്കുന്നത് സൂതപുത്രൻ. ഈ സൂതപുത്രൻ ഇയാൾ പിന്നെ യുധിഷ്ഠിരൻ്റെ ആളാണെന്ന് തോന്നുന്നു, വേണ്ട പോലെ പാഞ്ചാലിയോട് ചെന്ന് പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരം ആളുകൾ സൂതപുത്രൻ എന്ന് വിളിക്കുന്നതും അവിടെ നിന്ന് അവഹേളനോ അധിക്ഷേപമോ അല്ല. അങ്ങനെയാണ് കർണനും അതേപറ്റി പ്രതികരിക്കേണ്ടതല്ലേ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സൂതപുത്രൻ വിളി അവിടെ സ്വാഭാവികമാണ്. മഹാഭാരതത്തിലൊക്കെ പല സ്ഥലത്തും ആര്യപുത്ര എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഒരു സൂതപുത്രൻ. ഇപ്പോൾ വിതുരർ അവിടുത്തെ ധൃതരാഷ്ട്രയുടെ മഹാമന്ത്രിയാണ്. മഹാമന്ത്രി ക്ഷത്താവേ എന്നാണ് വിളിക്കുന്നത്. മഹാഭാരത ഉടനീളം ക്ഷത്താവേ എന്നുള്ള സംബോധന എന്താ, ശൂദ്ര എന്നാണ്. എടാന്നൊന്നുമില്ല അവിടെ. ശൂദ്രരെ ആ ഒരു ആദരവോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്. അദ്ദേഹം അത് ആദരവായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ സൂത എന്ന് വിളിച്ചാലും അത് ആദരവോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്. അന്ന് അത് പിന്നെ അങ്ങനെ വിളിക്കുന്നത് ജോലിപ്പേരാണ്. അവരുടെ കർമ്മം, ഞാൻ ഇന്ന കർമ്മം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഞാനതല്ല ഇതാണ് എന്ന് മനസ്സിൽ ചിന്തിച്ച ഒരാൾക്ക് എന്ത് സംഭവിക്കുന്നത്, അത് അപമാനമായിട്ടല്ല, ഞാൻ അതായിരുന്നു അർഹിക്കുന്നത് എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ കർണന് വന്നിരിക്കാം. അത്രയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മഹാഭാരതത്തിലെ ആ കാലത്തെ ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചും അപ്പോൾ ആ കാലത്തെ ശിഷ്ടാചാരങ്ങളും സാമൂഹ്യ മര്യാദകളും ഒക്കെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇന്നത്തെ കാലത്ത് പിന്നെ ഈ നായർ നമ്പൂതിരി എന്ന് വിളിക്കുന്നത് പോലെ ഒരാളുടെ പിന്നെ ഒരു അധകൃതൻ എന്ന് പറയുന്ന ഒരാളിനെ പോയിട്ട് മാംസം കട്ട് തിന്നുന്നു, അതെ, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഈ ചണ്ടാളനും വിശ്വാമിത്രനും തമ്മിൽ നടക്കുന്ന സംവാദം, ധർമ്മസംവാദമുണ്ട്. അപ്പോൾ ചണ്ടാളൻ പോലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ധർമ്മശാസ്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് അങ്ങക്ക് ചേർന്നതല്ല, ഈ മോഷ്ടിക്കുക എന്നുള്ളതും പട്ടി മാംസം കഴിക്കുക എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, വിശ്വാമിത്രൻ പറഞ്ഞു, അത് പിന്നെ പശു കുളത്തിൽ വെള്ളം കുടിക്കുമ്പോൾ തവള ശബ്ദം ഉണ്ടാക്കും, നീ എൻ്റെ അടുത്ത് വന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, അത് പശു ശ്രദ്ധിക്കാറില്ല, ഞാൻ ഈ പട്ടിയുടെ തുടയുടെ മാംസം തന്നെ കഴിക്കും അദ്ദേഹം പറയുകയാണ്. അതൊരു സന്ദർഭം, അതിൻ്റെ ആ കഥ പറഞ്ഞിരിക്കുന്നത് വേറെ ചില സന്ദർഭങ്ങളിലാണ്. നമ്മൾ സാന്ദർഭികമായിട്ട് അതിനെ മനസ്സിലാക്കണം. ഒരു ആപദ്ധർമ്മമായിട്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആപദ്ധർമ്മത്തിൻ്റെ സന്ദർഭത്തിലാണ് അത് കഥ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ എന്താ വെച്ചാൽ ഈ ചണ്ടാളനും ഒരു മഹർഷിയും തമ്മിൽ ഇങ്ങനെ ഒരു സംവാദം ഒരുക്കി എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ മഹാത്മ്യം. അതെ, അത് ശങ്കരാചാര്യരുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ ഒരു സന്ദർഭം കാണുന്നുണ്ട്. ശരിക്കും അദ്വൈതം പഠിപ്പിക്കുന്നത് ഒരു ചണ്ടാളനാണ് ശങ്കരാചാര്യരെ എന്ന് പറയുമ്പോൾ, ആ ശങ്കരാചാര്യരുടെ കഥ വെച്ച് തന്നെ അന്ന് ഈ പിന്നാക്ക സമുദായത്തിൽപ്പെട്ടവർക്കൊന്നും ഇത് അന്യമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാന്ദർഭികമായിട്ടത് ഒന്നാണ്. അപ്പോൾ ഈ പറഞ്ഞ ജാത്യധിക്ഷേപം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അധിക്ഷേപം ഇന്ന് വായിക്കുമ്പോൾ നമുക്കൊരു പക്ഷേ തോന്നുന്നത് നമ്മുടെ ഉള്ളിൽ ജാത്യഭിമാനങ്ങളൊക്കെ ശക്തമായിട്ടുള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ കർണൻ ഈ പറഞ്ഞ രീതിയിൽ പാഞ്ചാലിയെ ഈ വസ്ത്രാക്ഷേപം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രധാന പങ്കുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹം യുദ്ധത്തിൽ ഒരുപാട് ചതിപ്രയോഗങ്ങൾ, അഭിമന്യുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ദ്രോണരുടെ നിർദ്ദേശപ്രകാരം വില്ലൻ്റെ ഞാണ് മുറിച്ച് കളയുന്നത് കർണനായിരുന്നു. കർണൻ, ദ്രോണർ, നമ്മുടെ ജയദ്രഥൻ, ഇങ്ങനെ ഒരുപാട് അശ്വത്ഥമാവ്, ഇങ്ങനെ ഒരു 6 പേര് ചേർന്നിട്ടാണ് ഈ അഭിമന്യുവിനെ കൊല്ലുന്നത്. ഇവനെ കൊന്നില്ലെങ്കിൽ നമുക്ക് യുദ്ധം ജയിക്കാൻ സാധിക്കില്ല എന്ന് ദ്രോണർ പറഞ്ഞപ്പോൾ കർണൻ ഈ ചതി ചെയ്യുകയായിരുന്നു. നിരായുധനായ ആ ചെറുപ്പക്കാരനെ എല്ലാവരും ചേർന്ന് വളഞ്ഞ് ഇരുന്ന് ആക്രമിച്ചിട്ട് കൊല്ലുകയായിരുന്നു. അതിലൊക്കെ കർണന് വലിയ പങ്കുണ്ടായിരുന്നു. അർജുനൻ്റെ നേരെ അദ്ദേഹം ഈ
യുദ്ധമര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള ശരപ്രയോഗങ്ങളൊക്കെ ചെയ്തു. ശല്യർ പറഞ്ഞു അത് കണ്ണിനെ ലക്ഷ്യമാക്കിയിട്ട് അമ്പെയ്യാൻ പാടില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കൽ തൊടുത്തത് പിന്നെ പിൻവലിക്കില്ല, കണ്ണാണെങ്കിൽ കണ്ണ് എന്ന് പറഞ്ഞിട്ടാണ് അമ്പെയ്യുന്നത്. അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് ആ സമയത്ത് അർജുനൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന് യുദ്ധമര്യാദകളൊന്നും ബാധകമായിരുന്നില്ല. യുദ്ധത്തിൽ ഓടാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷം രഥം ഭൂമിയിൽ താഴ്ന്നു പോയ സമയത്ത് അദ്ദേഹം ഓടിയില്ല. രഥം രക്ഷിക്കേണ്ടവരാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ സാരഥിയായ ശല്യരാണ്. ശല്യരോട് പറഞ്ഞാൽ മതി. ഇദ്ദേഹം തന്നെ ഇറങ്ങിയിട്ട് ഇത് ചക്രം ഉയർത്താൻ ശ്രമിച്ചതും വിധിവിഹിതമായിട്ടുള്ള ഒരു ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയ വലിയൊരു അബദ്ധം, കയ്യബദ്ധം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഓടാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറൊരാളുടെ രഥത്തിൽ കയറാം. രഥം രക്ഷിക്കുന്ന പടയാളികൾ കൂടെ ഉണ്ടാവും, അവരെ ഏൽപ്പിക്കാം. ഇതൊന്നും ചെയ്യാതെ അർജുനോട് നീ യുദ്ധം നിർത്തടാ മോനെ, നീ ധർമ്മിഷ്ഠനല്ലേ, ഇപ്പം നീ ചെയ്യാൻ പാടില്ല, ഞാനിത് രഥത്തിൻ്റെ ചക്രം വലിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുനൻ്റെ ധർമ്മം പഠിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ വാചാലനായിട്ടും അതേസമയത്ത് കൃത്യമായിട്ടും ഈ കർണൻ ചെയ്ത കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും. അതുകൊണ്ട് ഈ സമയത്തിലാണ്, ഈ നിസ്സഹായാവസ്ഥയിലാണ് അവനെ കൊല്ലേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നതും അർജുനൻ കർണനെ കൊല്ലുന്നത്. അപ്പം അതുവരെ ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാതെ അധർമ്മം ചെയ്ത കർണൻ ഈ ഒരു വളരെ ഒരു നിർണായക ഘട്ടത്തിൽ ധർമ്മത്തിൻ്റെ ഭാഗത്ത് സംസാരിക്കുന്നു. ഭഗവാൻ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു. അത് കേട്ട് കർണൻ തലകുനിക്കുകയും ചെയ്തു. അവിടെയാണ് കർണൻ്റെ മരണം നടക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു നായകനാകാൻ സ്കോപ്പില്ലാത്ത ആളാണ് കർണൻ. ദുര്യോധനൻ നായകനായാൽ പോലും അതെ കർണനാക്കാൻ പറ്റില്ല. അതെ, ദുര്യോധനൻ ആ ഒരു അപാരമായ ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമാണ് വാസ്തവത്തിൽ. എത്ര ദുഷ്ടനാണെങ്കിൽ പോലും അവസാനം വരെ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് അധികാരം കിട്ടണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അതിന് നമുക്ക് അതൊരു കൃത്യമായ വില്ലനാണ് ദുര്യോധനൻ. എന്നാ പിന്നെ ഇയാളുടെ കാര്യത്തിൽ ഇയാൾ നായകനും അല്ല വില്ലനാകാനും രണ്ടും ആകാനുള്ള സ്കോപ്പില്ല. ഒരു ശിഖണ്ഡി സമാനമാണ്. അതുകൊണ്ടാണ് എനിക്ക് കർണൻ്റെ ആ കഥാപാത്രത്തോട് പലപ്പോഴും അവജ്ഞ പോലും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് ആളുകൾക്ക് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ്. കാരണം ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഇമേജ് എന്ന് പറയുന്നത് അവഹേളിക്കപ്പെട്ട ചെറിയ പ്രായത്തിൽ അമ്മ ഉപേക്ഷിച്ച കഥാപാത്ര രീതിയിലാണ്. പക്ഷെ അമ്മ ഉപേക്ഷിച്ച കഥാപാത്രമാണെങ്കിൽ പാണ്ഡവന്മാർ അച്ഛൻ മരിച്ചുപോയ കുട്ടികളാണ്. അവർക്ക് അങ്ങനെ പറഞ്ഞിട്ടും തെമ്മാടത്തൊക്കെ കാണിക്കാമല്ലോ. ചെറിയ പ്രായത്തിൽ അച്ഛൻ മരിച്ചുപോയ മക്കളാണ് പാണ്ഡവന്മാർ, അവർക്കും കാണിക്കാം. പണ്ട് കാലത്ത് അമ്മയും അച്ഛനൊന്നും ചിലപ്പോൾ നോക്കാറേ ഇല്ല. അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്ന കഥകൾ ധാരാളം, ശകുന്തളയുടെ കഥയിൽ നമുക്ക് കാണാം. ഒരുപാട് കഥകളിൽ അങ്ങനെയുണ്ട്. പക്ഷെ അവരൊക്കെ നല്ല ധാർമ്മികന്മാരായിട്ടുണ്ട്, തമ്മാടികളായവരുണ്ട്. ഇന്നത്തെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. ഉപേക്ഷിതരായതുകൊണ്ട് അവർ അധർമ്മം ചെയ്യണമെന്നൊന്നും ഒരു മനഃശാസ്ത്രകാരനും പറയുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞാണ് കർണനെ പലരും ഈ ന്യായീകരിക്കുന്നതും ഒരു നായകനായി വീരനായകൻ്റെ പരിവേഷം കൊടുത്തിട്ട് അവതരിപ്പിക്കുന്നതൊക്കെ. ചിലപ്പോൾ അവർക്ക് ഇതാണ് വ്യാസന്റെ കർണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.